ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഹരേ കൃഷ്ണ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആസ്പിരൻസ് അടിപൊളിയായി പഠിക്കുന്നില്ലേ? നമുക്കൊരു ഗവൺമെന്റ് സീറ്റ് ഒപ്പിക്കണം. നോട്ടിഫിക്കേഷൻ ഇപ്പൊ വരും. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തെ ഡീറ്റെയിൽ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 25 ചോദ്യങ്ങളാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തുനിന്ന് ചോദിക്കുന്നത്. 75ഓളം മാർക്ക് വരുന്നുണ്ട്. ഇത് പലരും വിടുന്ന ഒരു ഏരിയയാണ്. മാത്സ് ആണ്, എന്നെ കൊണ്ട് പറ്റില്ല സാർ പഠിക്കാൻ, കുത്തിയിരുന്ന് ചെയ്യണ്ടേ, കുത്തിയിരുന്ന് പഠിക്കണ്ടേ. മറ്റുള്ള സബ്ജക്റ്റിനെ പോലെയല്ല, മാത്സ് നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുലാസ് പഠിക്കണം, ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്യണം, എന്നാൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പലരും ഈ ഭാഗം പഠിക്കില്ല. പക്ഷെ അത് വലിയൊരു മണ്ടത്തരാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ 25 ക്വസ്റ്റ്യൻസ്, അതായത് 75 മാർക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ബേസിക് മാത്സും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഇന്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചോദിക്കില്ല. ബേസിക് ആയി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ബേസിക് ആയുള്ള മാത്സ് ഒക്കെ ചോദിക്കുള്ളൂ. അപ്പൊ ഒന്നിരുന്ന് പഠിച്ച് ഒന്ന് ചെയ്യാനുള്ള ക്ഷമ നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ ആ 75 മാർക്കിലെ ഒരു 3/4% മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോക്കറ്റിലാക്കാൻ പറ്റും. അപ്പോൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് നോക്കാം. ആദ്യം അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ് ഉദ്ദേശിക്കുന്നത്. മാത്സ് ഭാഗത്ത് വരുന്നത് ആവറേജ് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരും. അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അനിയന്മാരുടെ അനിത്യന്മാരുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കുക, അതിൽ നിന്ന് ഫോർമുലാസ് ഒക്കെ പഠിക്കുക, ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ PSCയുടെ ഡിഗ്രി ലെവൽ ഗൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വിട്ടു നിൽക്കുക. അതിൽ മാത്സ് ഒക്കെ അവർ നല്ല അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ലെവൽ ഗൈഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ഇംഗ്ലീഷ് ടേംസിനോട് യൂസ് ടു ആവുക. ഓക്കെ, പിന്നെ അതുപോലെ റേഷ്യോ എന്ന് പ്രോബ്ലംസ് വരും. ചോദിക്കും. ഫോർമുലാസ് പഠിക്കുക, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അതായത് ചുമ്മാ ഫോർമുല പഠിക്കാന്ന് മാത്രമല്ല, കുത്തിപ്പിടിച്ചിരുന്ന് ചെയ്യണം. ആ ഒരു ക്ഷമ നിങ്ങൾ കാണിക്കണം. അതിനുള്ള റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ പെർസെന്റേജ് ഭാഗത്തുനിന്ന് പ്രോബ്ലംസ് ഉണ്ടാവും. നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഡെയിലി അപ്ഡേറ്റ്സും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് മറ്റുള്ള കാര്യങ്ങളും എൻട്രൻസ് എക്സാമിനെ പറ്റിയുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഞാൻ ടെലഗ്രാം ചാനലിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെയും കൊടുക്കുന്നുണ്ട്. അതിന്റെ എല്ലാ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, പിന്നെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഇന്ന് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർമുലാസ് പഠിക്കുക, ചെയ്ത് പഠിക്കുക. പിന്നെ അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇന്ന് പ്രോബ്ലംസ് ചോദിക്കും. വളരെ ബേസിക് ആയിട്ട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുകയുള്ളൂ. ഒന്നിരുന്ന് പഠിച്ചാൽ അതൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ടൈം ആൻഡ് വർക്കും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ടൈം ആൻഡ് വർക്കിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കുന്നത്. ഇപ്പൊ ടൈം ആൻഡ് വർക്കിൽ നിന്ന് വന്നൊരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ, A can do a work in 20 days, B can do it in 10 days. ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. എക്ക് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും, ബിക്ക് അതേ ജോലി 20 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്ത് എന്താ പറയാ പ്രോബ്ലം ചോദിക്കുക. അതും ഫോർമുല അറിഞ്ഞാൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. 1 or 2 സ്റ്റെപ്പ് ഉണ്ട്. കണ്ട, വളരെ സിമ്പിൾ ആണ്. നമ്മൾ വിട്ട് കളയുന്നത് ഒരു അസറ്റ് മാർക്കാണ്. അത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് വെറുതെ മണ്ടത്തരം കാണിച്ച് അതൊന്നും വിട്ട് കളയരുത്. വെറുതെ ചുമ്മാ ഇരുന്ന് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇന്ന് പ്രോബ്ലംസ് വരും. പിന്നെ അതുപോലെ നമ്പേഴ്സ് ഭാഗത്ത് പ്രോബ്ലംസ് വരും. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന അധികം ഭാഗത്ത് പ്രോബ്ലം വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാത്സ് ഭാഗത്ത് എന്താ പറയാ വരുന്നത്. അപ്പൊ മാത്സ് പഠിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിയന്മാരുടെ അനിത്യന്മാരുടെ ടെക്സ്റ്റ് ബുക്കുകൾ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് ബേസിക് ആയ മാത്സ് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ PSC പഠിക്കുന്ന ചേട്ടനും ചേച്ചിമാരുടെ അടുത്തൊക്കെ ചോദിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, അവരിത് PSCക്ക് ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ അരിത്തമെറ്റിക്കും അതുപോലെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ പഠിക്കുന്നത്. അപ്പൊ അവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിച്ച് പഠിക്കാം. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുക. അതൊന്നും അതിലൊരു മോശം നമ്മൾ വിചാരിക്കേണ്ട. ഓക്കെ, അടുത്തത് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത്. ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച്, അതായത് വായിച്ച് ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് ഈ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് വരുന്നത്. ഓക്കെ, ഇപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് വായിച്ചിട്ട് അതിൽ നിന്ന് അസ്യൂം ചെയ്യാൻ പറയാം. അസംഷൻ ഒക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് അസ്യൂം ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമയോടെ ഇരുന്ന ചോദ്യങ്ങൾ വായിക്കുക. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തുനിന്ന് വരുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അനലോഗിയാണ്. അനലോഗി എന്ന് പറഞ്ഞപ്പോൾ അനലോഗി ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ടൈഗർ കബ്, ലയൺ ഡാഷ്. അപ്പൊ ആദ്യം നമ്മൾ ടൈഗറും കബും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ഓക്കെ, ടൈഗറിന്റെ കുട്ടീനെയാണ് നമ്മൾ കബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലയണിന്റെ കുട്ടീനെ എന്താ പറയാ? അപ്പൊ ആദ്യം സാധനത്തിൽ വായിച്ചിട്ട് അതിന്റെ റിലേഷൻഷിപ്പ് എന്താന്ന് മനസ്സിലാക്കി അത് രണ്ടാമത്തെ അപ്ലൈ ചെയ്യുക. ഇതെല്ലാം ഓപ്ഷൻസ് ഉണ്ടോ? അതാണ് അനലോഗി ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ കോഡിങ് ഡീകോഡിങ് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അതുപോലെ തന്നെ ഡയറക്ഷൻ പ്രോബ്ലംസ് വരും.
ഡയറക്ഷൻ പ്രോബ്ലംസ് ഒക്കെ സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 10 മീറ്റർ വടക്കോട്ട് നീങ്ങി, എന്നിട്ട് കിഴക്കോട്ട് 100 മീറ്റർ പോയി. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, അതൊക്കെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നേരിട്ട് നമുക്ക് വരച്ച് കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ ചോദിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കലണ്ടർ പ്രോബ്ലംസ് ആണ്. ഓക്കെ, കലണ്ടർ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2023 ജാനുവരി 1 ഫ്രൈഡേ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 2024 ജാനുവരി 1 ഏത് ദിവസമാണ് വരിക? അങ്ങനത്തെ പ്രോബ്ലംസ് കഴിഞ്ഞ വർഷം മുന്നേ വർഷം വന്നൊരു ചോദ്യം ഞാൻ വായിക്കാം. ഓക്കെ, ഇഫ് ജാനുവരി 1 ഈസ് എ ഫ്രൈഡേ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഓഫ് മാർച്ച് ഇൻ എ ലീപ്പ് ഇയർ? ഓക്കെ, അത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ. പിന്നെ ക്ലോക്ക് പ്രോബ്ലംസ് വരും. ക്ലോക്ക് പ്രോബ്ലംസ് എങ്ങനെയാ? നമ്മുടെ ഈ ക്ലോക്ക് മിറർ റിഫ്ലക്ഷൻ വെക്കുമ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുന്ന ചോദ്യം. പിന്നെ സീരീസ് പ്രോബ്ലംസ് വരും. ഓക്കെ, ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് അതിൽ ഒരു നമ്പർ ഡിജിറ്റ് മിസ്സിംഗ് ആയിരിക്കും. ആ ഡിജിറ്റ് ഏതാന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ സീരീസ് 2, 6, 14, 30-126. അപ്പോൾ ആ മിസ്സിംഗ് ഡിജിറ്റ് എന്ത് ചെയ്ത് ആ സീരീസ് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ മിസ്സിംഗ് ആ സീരീസ് തരുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് ആ സീരീസ് തരുന്നുണ്ടാവുക. ആ നമ്പർ സീരീസ് എന്തെങ്കിലും റിലേഷൻഷിപ്പ് വെച്ചിട്ടായിരിക്കും തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക? നോക്കി അതിന്റെ ആൻസറിലേക്ക് എത്തുക. ചിലപ്പോൾ സ്ക്വയർ ഒക്കെ ആയിരിക്കും റിലേഷൻഷിപ്പ് വരിക. ഓക്കെ, പിന്നെ റിലേഷൻഷിപ്പ് ടെസ്റ്റ്. റിലേഷൻഷിപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആ കാണിച്ച ആള് എൻ്റെ ചേട്ടന്റെ അനിയനാണ്, അപ്പൊ അയാളും ഞാൻ തമ്മിൽ എന്താണ് ബന്ധം? അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുക. വായിച്ച് നമുക്ക് കൃത്യമായിട്ട് ആൻസർ എത്തിയാൽ മതി. പിന്നെ റാങ്കിങ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബെഞ്ചിൽ 4ാമതിരിക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ 4ാമതിരിക്കുന്നു, അങ്ങനെയാണ് റൈറ്റ് സൈഡിൽ എത്രാമതിരിക്കുന്നു, അങ്ങനത്തെ ഉള്ള പ്രോബ്ലം. അതാണ് റാങ്കിങ് പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, ഇത് ചെയ്യാനുള്ള മടി കാരണം പലരും വിടും. പക്ഷെ അതൊരു മണ്ടത്തരമാണ്. വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച എന്താ പറയുക കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. ഒന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചേട്ടനും ചേച്ചിമാരുടെ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഒരു 75 മാർക്കിലെ ഒരു 50 to 60 ഒക്കെ നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്തെടുക്കാം. ഓക്കെ, അതൊരു ബോണസ് തന്നെയാണ്. കാരണം ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യമില്ല, ചിലപ്പോൾ ടഫ് ആവാം. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന മാർക്കൊക്കെ എന്താണ്? ബോണസ് ആണ്. അപ്പൊ എന്തായാലും ഉഷാറായിട്ട് എല്ലാ ആസ്പിരൻസും ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ് കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.